പള്ളിക്കാട്ടിൽ ബഷീറിൻ്റെ അടുത്താണ് ബഷീറിന്റെ വീട്ടിൽ ബഷീറിനോടല്ല ഇത് വാരണാക്കര പള്ളിക്ക് ചെന്നപ്പോൾ ബഷീർ കൊടുത്തതാണ്. ബഷീറിന്റെ വീട്ടിലാണ് ചോറ് വിളമ്പുന്നത്. വാരണാക്കര പള്ളിക്ക് ഞങ്ങൾക്ക് കുടുംബം വേവിച്ചിട്ട് ബാക്കി ചോറാണ്. ഇവർക്ക് ആർക്കും ആവശ്യക്കാർ വന്ന് കൊണ്ടുപോയിക്കൊള്ളു. അങ്ങനെ ഈ വർഷത്തെ ആദ്യത്തെ നബിദിന ചോറ് കിട്ടിയിട്ടുണ്ട്. വാരണാക്കര എന്നാണ് അമ്മ പറഞ്ഞതുപോലെ തന്നെ വാരണാക്കര പള്ളിയിൽ നിന്നാണ് ചോറ് കിട്ടിയിട്ടുള്ളത്. നല്ല ചൂട് നെയ്ച്ചോറും ബീഫ് കറിയാണ്. പപ്പടം വേണ്ട, ചമ്മന്തി വേണ്ട, ചട്നി വേണ്ട. മനുഷ്യരുടെ സന്തോഷവും സമാധാനവും പരസ്പര ഐക്യവും സമ്പൽ സമൃദ്ധിയും ആഗ്രഹിച്ചിരുന്ന മുഹമ്മദ് നബിയുടെയും മഹാബലിയുടെയും ഓർമ്മകൾ കൊണ്ടാടുന്ന ഈ ഓണവും നബിദിനം ഒരുമിച്ച് വന്നവർ പക്ഷേ യാദൃശ്ചികതാവാം അല്ലെ. തന്റെ ജനതയെ അത്രത്തോളം സ്നേഹിച്ചിരുന്ന രണ്ട് ഭരണാധികാരികൾ. നമ്മൾ പറഞ്ഞാലും ചിലപ്പം കാട് കയറി. എന്തായിരുന്നാലും ഇത് ഭയങ്കര ഒരു സന്തോഷമുള്ള നിമിഷം തന്നെയാണ്. നബിദിനായി കഴിഞ്ഞാൽ നമ്മൾക്ക് മദ്രസയിൽ നിന്നും പള്ളിയിൽ നിന്നും ഒക്കെ ചോറ് കിട്ടലുണ്ട്. നമ്മൾ പെരയിൽ ചോറ് ഉണ്ടാക്കാനായിട്ടോ തിന്നായിട്ടോ ഒന്നല്ല. പക്ഷെ ഇതിനൊരു പ്രത്യേക രുചിയാണ്, സന്തോഷമാണ്. ഇയാളിത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കണ്ട വാട്സാപ്പിൽ ഫോട്ടോ എടുത്തിട്ട് ആർക്കോ സെൻഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. ചട്ടി അങ്ങനെ വെച്ചിട്ടുണ്ടേ ഇതാണ് സെറ്റ് സാധനം. ഇത് കണ്ട ഇവിടെ ഓരോരുത്തരും ഓരോ ഹാളിലാണ്. ഈ ചങ്ങായി ചോറൊക്കെ തിന്നു കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ചോറ് തിന്നുമ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ. നമുക്ക് ഓണായാലും വിഷു ആയാലും നബിദിനായിരുന്നാലും പെരുന്നാളായാലും ഒക്കെ ആഘോഷം തന്നെ. അല്ലെങ്കിൽ നമ്മൾക്ക് ആഘോഷിക്കാനും സന്തോഷിക്കാനും ഒക്കെ എന്തിനാലെ മതത്തിന്റെയും ജാതിയുടെയും ഒക്കെ വേലിക്കെട്ടുകൾ. നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ. മനുഷ്യന്മാരായിട്ട് ജീവിക്കുക, എല്ലാവരും പരസ്പരം ഐക്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കുക എന്നതാണല്ലോ പ്രധാനം. ഒന്ന് രണ്ട് മൂന്ന് ഇത് ഇറച്ചിക്കാരെ കൊണ്ടുപോയി കംപ്ലീറ്റ് എല്ലാണ്. ഇത് ഒരു ഇറച്ചി കഷ്ണം ഉണ്ട് കേട്ടോ. ബാക്കി കംപ്ലീറ്റ് എല്ലാണ് ഇറച്ചിക്കാര് കൊണ്ടുപോയി. ഇത് തിന്നേ എന്നെ തിന്നേ കുഞ്ഞിപ്പ എല്ലാം തിന്നേ. കിട്ടിയാ ഇങ്ങൊക്കെ അല്ലേ. ഇതെന്താ ഇതും അല്ലേ. ഇത് നെയ്യ്. അപ്പൊ എല്ലാവർക്കും നബിദിനാശംസകൾ, ഓണാശംസകൾ. ഇതിട്ടൂടാ ഇത് ചോറാണോ?